പാടാണ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ് ചെയ്യുക, ഹൈപ്പൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ രാവിലെ മോന് മദ്രസയിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായയൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് രാവിലത്തെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി ദോശയും ചമ്മന്തി ചട്നിയും ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാട്ടോ. അപ്പോൾ ദോശമാവൊക്കെ നല്ല ഉഷാറായിട്ട് പൊന്തി സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കാമെന്ന് കരുതിയതാട്ടോ. അപ്പോൾ പിന്നെ മോന് ചട്നി മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ അവന് ഓരോരോ ആഗ്രഹങ്ങൾ പറയും കേട്ടോ. രാവിലെ നാളെ വെള്ള ചട്നി ദോശ ഉണ്ടാക്കി തരുമോ ചോദിക്കും കേട്ടോ. അപ്പോൾ വെള്ള ചട്നിക്ക് പറയുന്നത് വേറൊന്നല്ല, പച്ചമുളക് ഇട്ട് ഉണ്ടാക്കുന്ന ചട്നിക്കാണ് വെള്ള ചട്നി എന്ന് പറയുന്നത് കേട്ടോ അവന്. പിന്നെ ചുവപ്പ് ചട്നി എന്നും പറയും. ചുവപ്പ് ചട്നി എന്ന് വെച്ചാൽ മുളക് പൊടി ഇടുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പച്ചമുളക് കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞ പോലെ വെള്ള ചട്നി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. നമ്മളപ്പോൾ എന്തായാലും ഒരു അടിപൊളി ഗാർലിക് ചമ്മന്തി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഉണ്ടാക്കിയത്. തേങ്ങയും മുളക് പൊടി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് കേട്ടോ. നല്ല രസമാണ് കേട്ടോ ആ ഒരു ചമ്മന്തി ഇങ്ങനെ ദോശയ്ക്കൊക്കെ. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. ദോശയ്ക്കും ഇഡ്ഡലിക്കും എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ദോശമാവ് ഉപ്പൊക്കെ ഇട്ട് ഞാൻ കലക്കിയോടെ വെച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുക, ചിരവണം. തേങ്ങ ചിരവാന്ന് വെച്ചാൽ ഭയങ്കര മടിയാട്ടോ. തേങ്ങ വലിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ വലിയൊരു ചിരവി തരില്ല കേട്ടോ ചെയ്യുക. ചിലപ്പോൾ ഒരു തേങ്ങ 2 തേങ്ങയൊക്കെ ചിരവിപ്പിച്ചിട്ട് ബോക്സിലാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ അതെന്തായാലും അത് കഴിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ തന്നെ ഇനിയിപ്പോൾ ചിരവണം. രാവിലെ അവരെ കിട്ടൂല കേട്ടോ. 10 മണി കഴിയാതെ ആരെയും കിട്ടൂല, നമ്മൾ തന്നെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. അങ്ങനെ തേങ്ങയൊക്കെ പൊട്ടിച്ച് കുറച്ചൊന്ന് ചിരവി എടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ദോശ ചുടാം. നമ്മൾ ഫസ്റ്റ് ഈ ദോശ ചുട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തണുത്ത് ആറി പിന്നെ ആരും കഴിക്കില്ല കേട്ടോ. എന്താ വെച്ചാൽ അവർക്കൊക്കെ ഇങ്ങനെ കഴിക്കുന്ന സമയത്താണ് ഇഷ്ടം. അതങ്ങനെ ചൂട് കൊടുക്കാനങ്ങനെ ചുട്ട് കൊടുക്കാം കേട്ടോ ഞാൻ. അപ്പോൾ ആദ്യം നമുക്ക് ചട്നിയും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെക്കാം. പിന്നെ ഇപ്പോൾ അവർ എണീക്കുന്ന സമയത്ത് ഒന്ന് കുറച്ച് ദോശ ചുട്ടാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ എന്നും ചെയ്യൽ കേട്ടോ. അപ്പോൾ അതെന്തായാലും തേങ്ങയൊക്കെ ഒന്ന് ചിരവി എടുക്കട്ടെ. അപ്പോൾ നല്ലൊരു അടിപൊളി ചട്നിയാണ് കേട്ടോ. അപ്പോൾ അതിലെന്തൊക്കെ ഇടുന്നത് ഞാൻ പറഞ്ഞല്ലോ. കുറച്ച് വെളുത്തുള്ളി, ഒരു കുറച്ചെന്ന് വെച്ചാൽ ഒരു 1-2 അല്ലി വെളുത്തുള്ളി മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഓവറായിട്ട് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ ആ വെളുത്തുള്ളിൻ്റെ ഒരു ചൊയ വരും. അപ്പോൾ ഒരു കുത്തലുണ്ടാകും. അപ്പോൾ ഒരു ടേസ്റ്റ് ഇട്ടില്ല കേട്ടോ. ഇനി ചിരവിയ തേങ്ങ നമ്മൾ മിക്സിയുടെ ജാർക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും 1 അല്ലി വെളുത്തുള്ളിയും അതുപോലെ കുറച്ച് ഉപ്പിട്ടിട്ട് അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് താളിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മുളക് പൊടി, ഒരുപാട് എരിവ് ഇവിടെ പറ്റില്ല കേട്ടോ. ചെറിയ മോന് തീരെ എരിവ് പറ്റാത്ത ഒരാളാണ്. എരിവ് ഇട്ടാൽ അപ്പോൾ ബഹളം ഉണ്ടാക്കും. അതിന് ചിക്കനും മീനിലൊക്കെ എരിവാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അതിന് അത് എത്ര എരിവാണെങ്കിലും ഒരു കുഴപ്പമില്ല. ഒരു ജഗ് വെള്ളം കുടിക്കും, ചോറും കഴിക്കും. അങ്ങനെ ഇരുന്ന് അങ്ങനെ വെള്ളം കുടിക്കുക, ചോറ് കഴിക്കുക. അതായിരുന്നു പരിപാടി കേട്ടോ. അതാവും പരിപാടി അവൻ്റെ. പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എരിവ് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ഒച്ചപ്പാടാവും കേട്ടോ. അങ്ങനെ തേങ്ങയിൽ അതിലേക്കുള്ള വെളുത്തുള്ളി ഒന്ന് തൊലിച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ആകെ ഒരൊറ്റ അല്ലി, വലുതാണെങ്കിൽ 1 മതി. പിന്നെ നല്ല ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 2 ഇട്ടാൽ മതി കേട്ടോ. അല്ലിൻ്റെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ചില അല്ലി വലിപ്പം ഉണ്ടാവും, ചിലത് ചെറുതാവും. അപ്പോൾ അതിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ദോശയും ഗാർലിക് ചട്നിയും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൊണ്ടു. പിന്നെ ഇതിൽ പൊട്ടുകടല അങ്ങനത്തെ സംഭവം ഒന്നും ചേർക്കില്ല, വെറും തേങ്ങ മാത്രം കേട്ടോ. തേങ്ങയും മുളക് പൊടിയും ഉപ്പും അതുപോലെ വെളുത്തുള്ളി, വേറെ ഒന്നുമില്ല. ചിലർ ചോദിക്കും വെളുത്തുള്ളി ഇട്ടാൽ ആ ഒരു ടേസ്റ്റ് വരില്ലേ. അപ്പോൾ ആ ടേസ്റ്റ് ഉണ്ടാവും. ഗാർലിക് ചട്നി എന്നാവുമ്പോൾ അങ്ങനെ ഒരു ടേസ്റ്റ് വരണം, ആ വെളുത്തുള്ളിൻ്റെ ഒരു ടേസ്റ്റ് വരണം. അപ്പോഴേ ഒരു ഗാർലിക് ചമ്മന്തി ആവുള്ളൂ കേട്ടോ. അങ്ങനെ തേങ്ങയും ഇതൊക്കെ അരച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊരു തക്കാളി ചമ്മന്തിയും കൂടെ ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിത് ഒരു തക്കാളി, ഒരു വലിയ ഉള്ളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുക ചെയ്യുന്നു കേട്ടോ. ഇതിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. മല്ലിയില എത്രത്തോളം കൂടുതൽ ഇടാൻ പറ്റുമോ അത്രത്തോളം ഇടാം. നമുക്ക് ഈ ചട്നിക്കൊക്കെ ചമ്മന്തിക്കൊക്കെ മല്ലിയില കൂടുതലിട്ടാൽ
ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. അതുകൊണ്ട് മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇതിലേക്ക് പിന്നെ വെളുത്തുള്ളി ഒന്നും ആവശ്യമില്ല കേട്ടോ. വെറും തക്കാളി, വലിയ ഉള്ളി, കറിവേപ്പിലയും അതുപോലെ മല്ലിയിലയും മാത്രം. പിന്നെ കുറച്ച് മുളക് പൊടിയും ഉപ്പിട്ടിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം അരച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചൂടാറിയിട്ട് അരച്ചാൽ മതി, അല്ലെങ്കിൽ മിക്സിയിൽ നിന്ന് തെറിച്ച് പോകും കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ചൂട് കൊടുക്കാൻ അരച്ചതാണ്. അതിൽ ലാസ്റ്റ് മിക്സിയുടെ അടപ്പൊക്കെ തെറിച്ച് ആകെ ചമ്മന്തി ഫുള്ള് ചുമരുമ്പോൾ കൂടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചൂടാറിയിട്ട് അരക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. തേങ്ങ അരച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ മിക്സിയിലാക്കിയിട്ട് അവിടെ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്ന് വാടി വരുന്നതിന് മുന്നേ നമുക്കൊന്ന് വേഗം തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അതിന് മുന്നേ ഇതാ പാത്രമൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കിയ സ്ഥലമാണ്. പിന്നെയും വെള്ളവും കച്ചറൊക്കെ ആകുമ്പോൾ പിന്നെയും നമുക്കൊരു സമാധാനക്കേടാട്ടോ. അപ്പോൾ വീണ്ടും ഇങ്ങനെ ഒന്ന് തുടച്ച് എടുക്കുകയാണ് കേട്ടോ വീതിനൊക്കെ. അങ്ങനെ ഇതാ നമ്മുടെ ചട്നിയും അതുപോലെ തന്നെ നമ്മുടെ ചമ്മന്തി അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി രണ്ടുക്കും കൂടി ഒരു കടുക് ഇടണ്ടേ. കടുക് വറുത്തിട്ട് അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ചമ്മന്തിക്ക് ഇനി ഇടണമെന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്നാലും ഞാനൊരു ടേസ്റ്റിന് കാണാനും ഭംഗിക്കും ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ. കുറച്ച് കടുകും കറിവേപ്പിലൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട്. അപ്പോൾ എന്തായാലും രണ്ടിനും ഒരു താളിപ്പന്നല്ലേ. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകും കുറച്ച് കൂടുതൽ തന്നെ കറിവേപ്പില ഇട്ട് പൊട്ടിച്ചാൽ രണ്ടിൽക്കും ആയിട്ടോ. അപ്പോൾ ഇതാ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായതിന് ശേഷം ഇതാ കുറച്ച് കൂടുതൽ തന്നെ കടുകും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരട്ടെ. അപ്പോൾ കടുക് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേ പണികളുണ്ട്. രാവിലത്തെ ഈ ഒരു തിരക്ക് കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനമാണ് അല്ലേ. അപ്പോൾ ചായയും കടിയൊക്കെ വേഗം ആവും കേട്ടോ. പക്ഷെ കഴിക്കണമെങ്കിൽ 10-11 മണിയാവും കേട്ടോ. ഇവിടെ എല്ലാം വേഗം റെഡിയാക്കി വെക്കും. കറിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി വെക്കുക ചെയ്യുന്നത്. പിന്നെ വല്ല പുട്ടോ നൂൽപുട്ടൊക്കെ ആണെങ്കിൽ അതൊക്കെ പിന്നെ ഉണ്ടാക്കി വെക്കും കേട്ടോ. ദോശയൊക്കെ ആണെങ്കിൽ മാത്രമേ ആദ്യം ഞാനിങ്ങനെ കറി ഉണ്ടാക്കിയിട്ട് പിന്നെ അവർ എണീക്കണതിനനുസരിച്ച് അവർക്ക് അങ്ങനെ ദോശ കൊടുക്കാറാട്ടോ പതിവ്. അങ്ങനെ എന്തായാലും നമ്മുടെ ചമ്മന്തി ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് കുറച്ച് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ദോശ ചൂടാൻ പോകണുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ ഇതുപോലെ ദോശയൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ത്രീകൾക്ക് പണി ലാഭമാണല്ലേ. പെട്ടെന്ന് പണി തീർത്തിട്ട് ഒരുങ്ങിയിരിക്കാം. വേറെ വല്ല എന്തെങ്കിലുമൊക്കെ കടലക്കറിയും അതുപോലെ പുട്ടും നൂൽപുട്ട് അതൊക്കെ ആകുമ്പോൾ കുറച്ച് മെനക്കെട്ട പണി പോലെ എനിക്ക് തോന്നും കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയെന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള കടി ഇതാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദോശയൊക്കെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ മോൻ വന്നാൽ അവന് ഉള്ളത് കൊടുക്കാമല്ലോ വെച്ചിട്ട്. അവന് മദർസ വിട്ട് വന്നേക്കനെ കിട്ടണം കേട്ടോ ചായയും കടി, അല്ലെങ്കിൽ ഒച്ചപ്പാടുണ്ടാക്കും. ആൾ രാവിലെയൊക്കെ നല്ല ഫുഡൊക്കെ പാകത്തിനൊക്കെ കഴിക്കും കേട്ടോ. നമ്മൾ വലിയ ആൾക്കാരാണ് കഴിക്കാത്തത് കേട്ടോ. ഇവിടെ വലിയവർക്കും വേണ്ട, നമുക്കും ചില ദിവസമൊക്കെ നല്ല വിശപ്പുണ്ടാവും കേട്ടോ എണീറ്റ് വരുമ്പോൾ. അപ്പോൾ എന്തൊക്കെയോ കഴിക്കാനിങ്ങനെ ആഗ്രഹിച്ച് വരും. പക്ഷേ കാണുമ്പോഴത്തേനും നമുക്കത് മതിയാവും കേട്ടോ. പിന്നെ അങ്ങോട്ട് കഴിക്കാൻ തോന്നില്ല. പിന്നെ ഞാൻ മോനൊക്കെ ചായ കടിയൊക്കെ കഴിഞ്ഞ് മോനെ പറഞ്ഞയച്ചതിന് ശേഷം അലക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ചായ കുടിക്കട്ടോ. പിന്നെ രാവിലെ നമ്മളെല്ലാവരും കാലിച്ചായ അങ്ങനെ കഴിക്കുമല്ലോ അല്ലേ. കാലിച്ചായ ഒരു 2, 3, 4 ഒക്കെ ആവും കേട്ടോ. 9-10 മണിയാകുമ്പോഴത്തേനും എന്നിട്ടാണ് നമ്മൾ കടിയൊക്കെ കഴിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ചട്ടിയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. എണ്ണ ഒന്ന് തടവി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ തലേ ദിവസം അതിൽ മീൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഇതുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട് എണ്ണ തടവി കൊടുത്ത. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ എണ്ണ ഒഴിക്കാറില്ല. മേലെ കുറച്ചിങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മീൻ പൊരിച്ചാൽ ഇനി അടി പിടിച്ചാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ മീൻ വറുക്കുന്ന ചട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ എല്ലാത്തിനും ഇപ്പോൾ ഈ ഒരു ചട്ടി മാത്രം കേട്ടോ ഉപയോഗിക്കാറ്. അപ്പോൾ ഈ നല്ലൊരു സുഖമാട്ടോ ഇതിൽ ചെയ്യണത്. നല്ലൊരു ഈസി ആയിട്ട് നമുക്ക് എല്ലാതും മറിച്ചിടാനും ഒട്ടി പിടിക്കില്ല കേട്ടോ. നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാം. അതുകൊണ്ട് ഞാൻ എന്നും ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ചെയ്യണത്. ദോശ ആയാലും അതുപോലെ മീൻ വറുക്കണമെങ്കിലും മുട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ അപ്പമൊക്കെ ചുടുന്നുണ്ടല്ലോ, ആ കലക്കി പറഞ്ഞ അപ്പം ഉണ്ടല്ലോ, അത് ചുടുമ്പോൾ മാത്രം വേറൊരു പാത്രം അപ്പച്ചട്ടി ഉണ്ട് കേട്ടോ. അത് പിന്നെ അതിൽ ചുട്ടാൽ മാത്രമേ ആ ഒരു ഇത് കിട്ടുള്ളൂ കേട്ടോ. ഇതിൽ നമ്മൾ അരച്ച് കലക്കിപ്പാരുന്ന അപ്പം ഉണ്ടല്ലോ, അത് ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ചെയ്താൽ അത് ശരിയായി കിട്ടില്ല കേട്ടോ. അതിന് ആ ഇരുമ്പിൻ്റെ ചട്ടി തന്നെ വേണം. അപ്പോഴേ ആ ഹോളൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുള്ളൂ കേട്ടോ. കാണാനും നല്ല മുഞ്ചുണ്ടാവുള്ളൂ. അങ്ങനെ ഇതാ ദോശ ചുട്ടു അവിടെ ആവട്ടെ. നമ്മൾ ചായ വെച്ചിട്ട് ചായ കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ചായ സംഭവം ചൂടാറിയിക്കണം.
ഇനിയിപ്പോൾ എന്തെങ്കിലും ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളി ദോശയും ചമ്മന്തി ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചട്നിയും ചമ്മന്തിയൊക്കെ വളരെ കുറച്ച് തന്നെ കേട്ടോ ഉണ്ടാക്കിയുള്ളൂ, ഓവറായിട്ടൊന്നും ഉണ്ടായില്ല. ഇവിടെ പിന്നെ അധികം ഒന്നും ചട്നി ഇത് ആവശ്യമില്ല, കുറച്ച് ഒഴിക്കുള്ളൂ കേട്ടോ. രാവിലത്തെ എന്ത് കടിയാണെങ്കിലും എന്ത് കറിയാണെങ്കിലും കുറച്ച് ആവശ്യമുള്ളൂ കേട്ടോ. എല്ലാവരും വളരെ കുറച്ച് മാത്രമേ കഴിക്കുള്ളൂ. അങ്ങനെ അവർ ചായ കുടിയൊക്കെ കഴിഞ്ഞ ശേഷം ഞാനിത് തലേ ദിവസം കാക്കും മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഫ്രിഡ്ജിക്കാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും വിതറി കൊടുത്തിട്ടോ. നമ്മളിങ്ങനെ മീൻ മാത്രമായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ പിറ്റേ ദിവസം എടുക്കുമ്പോൾ ആ മീൻ അങ്ങോട്ട് ചുങ്ങിയ പോലെ ആവുള്ളൂ, ചുളിവ് വന്ന പോലെ ആവും കേട്ടോ. ആ മീനിലൊക്കെ ഇതുപോലെ വെള്ളം ഫുള്ളാക്കി ഒഴിച്ചിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ മീൻ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. നമുക്കിനി ആ ഐസ് കട്ടൊന്ന് അലിഞ്ഞു പോന്നാൽ മതിയല്ലോ. അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടികളും ഉച്ചക്കത്തെ ഫുഡും കാര്യം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല മത്തിക്കറി ഉണ്ടായിരുന്നു കേട്ടോ, ചെറിയ കുഞ്ഞ് മത്തി ഉണ്ടായിരുന്നു. അത് ഞാൻ വെള്ളം വറ്റിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ അധികം വീഡിയോസിലൊക്കെ ഇങ്ങനെ മീൻ കറീൻ്റെ പറ്റിയും മീൻ പൊരിയും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം അതൊക്കെ മീനൊക്കെ നന്നാക്കി കറിയും പൊരിയും ഒക്കെ ആക്കുക ചെയ്ത് കേട്ടോ. വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ മക്കളും കാക്കും ഒക്കെ വന്ന് കഴിച്ച് പോയിക്കണ്. ഇനിയിപ്പോൾ അതാ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ അയിലായിരുന്നു കേട്ടോ, അയില ചെമ്പാൻ അതായിരുന്നു. അപ്പോൾ അത് ഞാൻ പൊരിക്കുക ചെയ്ത്. പിന്നെ കുറച്ച് മത്തി ഉണ്ടായിരുന്നു, അത് വെറുതെ ഒന്ന് അധികം വെള്ളമൊന്നും ഇല്ലാതെ വറ്റിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചക്കലത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ രാവിലത്തെ സ്പെഷ്യലും കഴിഞ്ഞു, ഉച്ചക്കലത്തെ ആയി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പാത്രം കഴുകാണ്ട് കേട്ടോ, 2-3 ഒരു ഫുഡ് കഴിച്ചതാണ്. അപ്പോൾ ഞാനും കൂടി കഴിച്ചിട്ട് ഒന്നിച്ചങ്ങോട്ട് കഴുകാമെന്ന് വെച്ചിട്ട് പിന്നെ അത് കഴുകാൻ നിന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡൊക്കെ കഴിക്കട്ടെ. അങ്ങനെ ഇതാ വൈകുന്നേരം നമ്മളെന്നും പോണ പോലെ നമ്മൾ വീട്ടിൽ പോയതാട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ മേലെ നിൽക്കുമ്പോൾ ഇത് കണ്ടില്ല, അപ്പുറത്തെ ഒരു കുന്ന് ഇങ്ങനെ കാണും കേട്ടോ. അപ്പോൾ അധികം എല്ലാവരും അവിടെ കയറി ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യും. ഈ ഒരു വൈകുന്നേര സമയത്തൊക്കെ അവിടെ മേലെ കയറിയാൽ നല്ല രസമാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഞാനിതുവരെ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനവിടെ ഇങ്ങനെ നിന്നപ്പോൾ കാക്കുവിനോട് പറഞ്ഞു, എനിക്ക് ആ മുട്ടക്കുന്നുമ്മക്കൊന്ന് പോകാൻ പറ്റുമോ ചോദിച്ചു. അങ്ങനെ അത് കേട്ടതും എന്നാൽ പോയി നോക്കുക എന്ന് വെച്ചിട്ട് കാക്കു വണ്ടി എടുത്തു കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതാണ്, എന്നാൽ പോരേന്ന് വെച്ചിട്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇവരൊക്കെ കുറേ പ്രാവശ്യം കയറിയതാട്ടോ അവിടെ ആ കുന്നുമ്മക്ക്. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇതാ പോവുകയാണ് കേട്ടോ. വാതിലൊക്കെ അടച്ച് ഇന്നിപ്പോൾ ഫോട്ടോ എടുക്കലോ വീഡിയോ എടുക്കലോ ഒന്നും ഇല്ല കേട്ടോ. മേലെന്ന് നേരെ ഇങ്ങോട്ടാണ് പോണത്. നമുക്കൊരു വീഡിയോക്കുള്ള വകുപ്പായില്ലേ, അത് എഴുതിയിട്ടാട്ടോ. അങ്ങനെ ഇതാ കാക്കും ഞാനും കൂടി വണ്ടി എടുത്ത് പോവുകയാണ് കേട്ടോ. ഞങ്ങളിവിടെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ. ഞങ്ങളെ വീടിൻ്റെ മേലെ നിന്നാൽ ആ കുന്ന് കാണും, അതേപോലെ തന്നെ ആ കുന്നിൻ്റെ പുറത്ത് കയറി കഴിഞ്ഞാൽ നമ്മളെ വീടും കാണും കേട്ടോ. അത്രയ്ക്കും അടുത്താണ്. ഇതാണ് ആ കുന്നുമ്മക്കുള്ള വഴി കേട്ടോ. റോഡ് ഉള്ളിലേക്കൊരു ചെറിയ റോഡുണ്ട്, നല്ല കയറ്റാണ് കേട്ടോ. ഇവിടെ വീടുകളൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഉള്ളവർക്കൊക്കെ നല്ല സുഖമാണ്, ഇടയ്ക്കൊക്കെ ഇങ്ങനെ കയറിപ്പോവാനും ഒരു ടൈം പാസിന്. അപ്പോൾ ഞാനെന്തായാലും വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ല, ആ മലേൻ്റെ ചോട്ടിലുള്ള വീടുകളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോണ്ട് 2 കുട്ടികൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാക്കു പറയുന്നുണ്ട് എന്തായാലും കയറാൻ കഴിയില്ല, എന്താ വെച്ചാൽ ഫുള്ള് കാട് പിടിച്ച് നിൽക്കുക കേട്ടോ. മഴക്കാലമൊക്കെ കഴിഞ്ഞതല്ലേ, അതുകൊണ്ട് ഫുള്ള് കാടാണ്. അപ്പോൾ വഴികളൊന്നും കാണുന്നില്ല കേട്ടോ, വഴികളൊക്കെ അടഞ്ഞിട്ടുണ്ട്. അങ്ങനെ വണ്ടിയൊക്കെ നിർത്തി കാക്കോട് കുറച്ച് നേരം ഇതിനൊക്കെ പോയി നോക്കിട്ടോ, ഏതെങ്കിലും ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ കയറാലോ എന്ന് വെച്ചിട്ട്. അപ്പം എന്തായാലും എവിടെയും കയറാനോ ഒന്നിനും പറ്റില്ല, ഫുള്ള് കാടും പിടിച്ച് മുള്ളാണ് കേട്ടോ ഫുള്ള്. അപ്പം അതിൽ കയറിയാൽ ശരിയാവില്ല എന്ന് വെച്ചിട്ട് ഞങ്ങൾ എന്തായാലും തിരിച്ചു പോരുക ചെയ്തത് കേട്ടോ. അപ്പം ഇനി എന്തായാലും വേനലാകുമ്പോൾ ഈ പൊന്തയും കാടും ഇവിടെ ഒക്കെ വെട്ടി നല്ല വൃത്തിയിൽ കിടക്കും കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ആ മലമ്മക്ക് ഒന്ന് കയറിയിട്ട് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ് അവിടെ കയറി കഴിഞ്ഞാൽ. അപ്പോൾ ആ ഭാഗത്ത് കൂടെ ആയിരുന്നു അത്ര കേട്ടോ കയറിയിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ആകെ അടഞ്ഞിക്കണം കേട്ടോ, മുള്ളും വള്ളികളും ഒക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ അതിൽ കയറാൻ കഴിയില്ല. അങ്ങനെ നമുക്ക് ആ പൂതി അങ്ങോട്ട് ഇല്ലാതായിട്ടോ മലമ്മ കയറാനുള്ള. പിന്നെ കുറേ മുന്നേ ഇവിടെ പുലിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പുലിനെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ അപ്പുറത്താണ് പുലിനെ കണ്ടത്. അതിനുള്ള സമരങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പുലിനെ പിടിക്കാനുള്ള ഫോറസ്റ്റുകാരൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പുലിനെ പിടിക്കാനുള്ള. മലൻ്റെ അവിടെ അതൊന്നും ഇവിടുന്ന് കാണില്ല കേട്ടോ. മലമ്മ അപ്പുറത്ത് കയറി കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ ആകുമ്പോൾ കാണും തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും മലയിലേക്ക് കയറാനുള്ള മോഹം അങ്ങോട്ട് മാറ്റി വെച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. ഇനി എന്തായാലും മറ്റൊരു ദിവസം നമുക്ക് ഇവിടെ വരാം.
മലയൊക്കെ കാണാം. ഞങ്ങൾ ഈ പരിസരത്തുള്ള നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് കേട്ടോ. അപ്പോൾ ഇതാ ഈ വീട്ടിൽ കുറേ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വെറുതെ ഒന്ന് എടുത്തതാണ്. അങ്ങനെ എന്തായാലും ഞാനും കാക്കു ഇതാ തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ ചെയ്യുക. ഓക്കെ ബൈ. അസ്സലാമു അലൈക്കും.